ദക്ഷിണാഫ്രിക്കയുമായി അവസാനം നടന്ന ക്രിക്കറ്റ് ടെസ്റ്റ് പരാജയപ്പെട്ടത് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ ഗൗതം ഗംഭീർ പിച്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ BCCIയിൽ അതിർത്തിയുണ്ടാക്കി. ഗംഭീറിനെ കോച്ച് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആലോചനയുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ 2026 T20 ലോകകപ്പ് വരെ ഗൗതം ഗംഭീർ തുടരും എന്നാണ് സെലക്ടർ അജിത് അഗാർക്കർ ഗൗതം ഗംഭീറിനെ സപ്പോർട്ട് ചെയ്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് മുൻ താരങ്ങൾ ഒക്കെ വിമർശനത്തിന് ഇടയാക്കി. BCCIക്കെതിരെ ആരാധകരും മുൻ താരങ്ങളും കുറ്റപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. സൂര്യകുമാർ നയിക്കുന്ന T20 മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നല്ല സ്ക്വാഡെന്ന് പറയാൻ. ആ ഒരു സ്ക്വാഡ് മാത്രം. ഏകദിന സ്ക്വാഡാണെങ്കിൽ ആവറേജ്, ടെസ്റ്റ് സ്ക്വാഡാണെങ്കിൽ തീരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇതിനൊക്കെ തിരിച്ചു വരാൻ കാണികളുടെ അടുത്ത് നിന്നും ഗംഭീർ വളരെയധികം കുർഷിക്കാണ് പെടുന്നത്. കാണികൾ വരെ ഗംഭീറിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിനു മുമ്പ് ബെറ്റ് ചാപ്പൽ കോച്ചായിരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങളുണ്ടായത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 3 ഏകദിന പരമ്പര നടക്കുന്ന. ആദ്യത്തെ ഏകദിനം നാളെയാണ്. സ്റ്റാർ സ്പോർട്സിൽ ഇത് തത്സമയം ഉണ്ടാകും. അപ്പോൾ 1:30 മത്സരം. കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വരികയാണ്. സീനിയർ താരങ്ങൾക്ക് വളരെയധികം നിർണായകമായ പരമ്പരയാണ് ഇത്. 2027 ലോകകപ്പിൽ സെലക്ട് വേണ്ടിയിറങ്ങി രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും നിർണായകമാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.